നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഗൾഫ് മലയാളി ഫെഡറേഷൻ വർഷങ്ങളായി നടത്തിവരുന്ന റമദാൻ കിറ്റ് വിതരണത്തിന് തുടക്കമായി. വഴിയോരങ്ങളിൽ കൂടാരമൊരുക്കി വെള്ളവും വെളിച്ചവും ഇല്ലാതെ കഴിയുന്ന 13 പ്രവാസികളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇത്. ചടങ്ങിൽ ഡോക്ടർ KR ജയചന്ദ്രൻ പങ്കാളിയായി. മരുഭൂമിയിലെ ഇടയത്താവളങ്ങളിലും തുച്ഛവരുമാനക്കാരും ശമ്പളമില്ലാതെ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെയും ക്ലീനിംഗ് തൊഴിലാളികളുടെയും താമസ സ്ഥലങ്ങളിലുമാണ് കിറ്റുകൾ എത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കിറ്റ് വിതരണം നടത്തുമെന്ന് GCC ചെയർമാൻ റാഫി പാങ്ങോട് അറിയിച്ചു. അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന അലിഫിയൻസ് ടോക്സ് മെഗാ എഡിഷന് സമാപനം. ഗ്രാൻഡ് ഫിനാലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മുസാദ് ബദൽ അൽ സഹ്ലി ഉദ്ഘാടനം ചെയ്തു. അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഡയറക്ടർ ലുക്മാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സാങ്കേതികവിദ്യയുടെ പുതിയ സാധ്യതകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ, വിധി നിർണയം, ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം ഡിജിറ്റലായിരുന്നു എന്നതും ശ്രദ്ധേയമായി. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഉപവിഭാഗമായ വെൽഫെയർ വിംഗ് ഖത്തറിലെ പ്രവാസികൾക്കായി വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രവാസി ക്ഷേമനിധി, നോർക്ക അംഗത്വം, ICBF ഇൻഷുറൻസ് എന്നിവയിൽ അംഗത്വത്തിനു വേണ്ടിയായിരുന്നു ക്യാമ്പയിൻ. തുമാമ KMCC ഹാളിൽ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസമദ് ഉദ്ഘാടനം ചെയ്തു. നവാസ് VV ഖിറാത്ത് നടത്തി. അബ്ദു വാളാഞ്ഞി അധ്യക്ഷത വഹിച്ചു. അർഹരായ കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിൻ്റെ ഭാഗമായി 34 സാമൂഹിക ചാരിറ്റി സംഘടനകൾക്ക് റമദാൻ ഡ്രൈ ഫുഡ് കിറ്റ് നൽകി. സുമനസ്സുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും ലഭിച്ച കിറ്റുകളാണ് അർഹരായവരെ കണ്ടെത്തി നൽകാൻ സാമൂഹ്യ സംഘടനകളെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഗവർണറേറ്റ് 1200 കിറ്റുകൾ തയ്യാറാക്കിയിരുന്നതായി ഗവർണർ അലി ബിൻ അഷൈബ് അബ്ദുൽ ഹുസൈൻ അൽ അസൂർ അറിയിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati-radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.